ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പഴവും ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദയും ചേർക്കാം. ശരിക്കും കപ്പ് കേക്കൊക്കെ മൈദ വെച്ചിട്ടാണ് ചെയ്യാറ്. കുറച്ചും കൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പൊടി യൂസ് ചെയ്തത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും 1/4 ടീസ്പൂൺ മതി. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ പഴം വേണം. അപ്പോൾ ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും. ഇതൊരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. അത് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാം. എന്നിട്ട് ഇതൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അധികം അങ്ങ് നന്നായിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുക. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോൾ പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി പിന്നീടാണ് ചേർക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ബാക്കി പാലുകൂടെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ കുറച്ച് പാലുകൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി പാലുകൂടെ ചേർത്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ പാലും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് ഉണ്ടാവുക. കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക. ഇനി നമ്മളിത് ഇഡ്ഡലി കുക്കറിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് തട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി നമ്മുടെ കപ്പ് കേക്ക് എല്ലാം. എനിക്കിപ്പോൾ തട്ടില്ലാത്തതുകൊണ്ട് ഞാനിതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ സിലിക്കണിൻ്റെ കപ്പ് കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ പേപ്പർ കപ്പ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ സാധാരണ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടാവില്ലേ, അതിലാണെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാത്തിൻ്റെ ഉള്ളിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ കേക്കൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കാൻ പാടുള്ളൂ. നിറയെ ഒഴിക്കരുത്, കാര്യം ഇത് പൊങ്ങി വരും വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇടാം. അതുപോലെ തന്നെ മുന്തിയൊക്കെ മുകളിലിടുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി കുക്കർ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. അതിൽ വെച്ചിട്ട് ഇത് അടച്ച് ഒരു 10-12 മിനിറ്റ് എടുക്കുള്ളൂ ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ കുത്തി നോക്കുകയാണെങ്കിൽ അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. മാക്സിമം ഒരു 15 മിനിറ്റ് എടുക്കുള്ളൂ ഇതാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്കെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ശരിക്കും തണുത്ത് കഴിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് സെറ്റാവുക. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.